ശരി, ഇപ്പം മലപ്പുറം SP വിശ്വനാഥ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. താനൂരിൽ നിന്ന് കാണാതായ കുട്ടികളുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ആണ് കേൾക്കാം. ലെവലിൽ അടുത്തെത്തും. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആസ് ഓഫ് നൗ നമ്മൾ മനസ്സിലാക്കുന്ന അവർ വാങ്ങിയതാണെന്നാണ്. അപ്പോൾ അവർ വാങ്ങി പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളൊരു അഡ്വഞ്ചറസ് ആംഗിളിലാണ് പോയിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെ നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സുപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരൻസിൻ്റെ അടുത്തും ചോദിക്കുമ്പോൾ സഹായമായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നത്. കുട്ടികളുടെ ഡിമീനറും പോയവിടത്തെയും. സാറേ, ഇയാളുടെ ഈ കുട്ടികളുടെ ഫോണിലേക്ക് ലാസ്റ്റ് വന്ന ഫോൺ കോൾ ഇയാളതാണെങ്കിൽ മുമ്പ് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് അതെല്ലാം കൃത്യമായിരുന്നു. കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരൻസിൻ്റെ അടുത്തും കോടതിയിൽ എത്തിക്കുക. പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ഒരു കൗൺസിലിംഗിന്റെ ആവശ്യം. കേട്ടില്ല. അദ്ദേഹം തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ആസ് ഓഫ് നൗ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. എന്തൊക്കെ സഹായങ്ങളാണ് ഈ കുട്ടികൾക്ക് ലഭിച്ചത് ഈ കൂടെ ഉണ്ടായിരുന്ന ആളിൽ നിന്ന്? ഈ പോകണതിൻ്റെ ഡയറക്ഷൻ, അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിൻ്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവും. അതിന് വന്ന് വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. അതിൽ എന്തായിരുന്നു അതിൻ്റെ സോഴ്സ് എന്നുള്ളതെല്ലാം എല്ലാം കുട്ടികൾ വന്നതിന് ശേഷം. വീട്ടിൽ പോയ സമയത്ത് കയ്യിലധികം പൈസയൊന്നും ഇല്ലായിരുന്നു പറയുന്നു. കുട്ടികൾക്ക് പൈസയൊക്കെ കിട്ടുന്നെങ്കിൽ ഇപ്പോഴും നമ്മളുടെ പോലീസ് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ വീഡിയോ കോളിൽ കൂടെ ഒക്കെ സംസാരിച്ചുള്ളൂ. ഇത്രയും തന്നെ ഇതിങ്ങനെ ഇന്റർവ്യൂയിങ് ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ്, ബേസിക്കലി ചിൽഡ്രൻ ആണ്. അപ്പം ഇരുത്തി വിശദമായിട്ട് ഈ കുട്ടികൾക്ക് മാത്രമല്ല, ഈ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആധികാരികമായ വിവരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് സഹായി ഉപയോഗിച്ച് എക്സാം എഴുതി പഠിച്ചിരുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളുടെ ഈ IQ ആ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇവർ രണ്ടുപേരും എന്ന് അറിയാൻ കഴിയും. അത്തരത്തിലുള്ള ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ അതിന് എത്രത്തോളം മറ്റു ബാഹ്യമായ സഹായങ്ങൾ തീർച്ചയായിട്ടും ദിസ് ഇസ് ടു പ്രീമച്യൂർ ടു കമന്റ് ഓൺ സച്ച് തിങ്സ്. കുട്ടികളെ എൻ്റെ ടീമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കൗൺസിലിംഗ് സംവിധാനങ്ങളോ ആക്സസ് ചെയ്യാതെ വി കനോട്ട് കമന്റ് ഓൺ എന്താണ്. തീർച്ചയായിട്ടും ഇതിലിപ്പം എല്ലാ രീതിയിലും ഇപ്പം നമ്മുടെ പോലീസ് ടീം പ്രാഥമികമായിട്ട് എൻ്റെ സബ് ഇൻസ്പെക്ടർ എന്നതിന് ശേഷമാണ് അസസ് ഓൺ ദാറ്റ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ഉദ്ദേശം മനസ്സിലാക്കുന്നത്. യാത്ര എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് എത്രയും നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. തിരിച്ചു വരാൻ പോലും ഒരു താല്പര്യം അറിയാൻ കഴിയും. ഏതായാലും പോലീസ് അവരിലൊന്ന് എത്തട്ടെ. നടപടി സ്വീകരിക്കുന്നുണ്ടോ? അതും ഈ പറഞ്ഞ രീതിയിൽ ഇറ്റ് ഹാസ് ടു കം. കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. കുട്ടികളെ വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വാട്ട് എവർ ലീഗൽ സ്റ്റെപ്സ് ഹാവ് ടു ബി ഡൺ. ആശ്വാസമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓവർനൈറ്റ് DSP താനൂരും SHOയും നമ്മുടെ ടീമും ഇന്നലെ രാത്രി ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും ഇല്ലെങ്കിലും പുലർച്ചെ തന്നെ SI സുജിത്തും ടീമും അങ്ങോട്ടേക്ക് പോകാന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടായി. അപ്പം ദാറ്റ് ഹാസ് വർക്ക്ഡ് ഔട്ട് ടു ബി ഗുഡ്. ഇതിൽ ചലഞ്ച് എന്ന് പറയുന്നത് മുംബൈ ഒരു മഹാനഗരമാണ്. നമ്മൾ ബാറ്റ്സ്മാൻസിനെയൊക്കെ വിളിച്ച് വെൻ യു റീച്ച് സംവെയർ ആൻഡ് ഇവർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു സ്പീഡ് കീഴിൽ വളരെ കുറച്ച് ഏരിയസ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ് ദാറ്റ് വേ. വൈ മുംബൈ എന്നതിനൊരു ഉത്തരം ഉണ്ടോ ഇപ്പോൾ? ഈ പോലീസ് സംഘം ഇപ്പോഴും എങ്ങോട്ടാണ് പോകുന്നത്? കെയർ ഹോമിലേക്കാണോ അതോ? ഇല്ല, ഇപ്പം നമ്മൾ പൂനെ RPFന്റെ RPF സെക്യൂർഡാണ്. RPF ആസ് എ സിസ്റ്റം ഫോർ ദാറ്റ്. ഇങ്ങനത്തെ കുട്ടികൾ അവർ സ്വാഭാവികമായിട്ട് അവർ സെക്യൂർ ചെയ്ത് സംഘം ആദ്യം അങ്ങോട്ടാണ് പോകുക. ഇപ്പം നമ്മൾ മുംബൈയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഇപ്പം ഇന്നലെ മുംബൈ എന്നുള്ളതായിരുന്നു. ഇപ്പം പിന്നെ ട്രാൻസിറ്റിലാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. തിരിച്ച് RPFന്റെ മുംബൈ പോലീസിന്റെ ഒക്കെ സഹായം എത്തരത്തിലുള്ളതായിരുന്നു ഈ വിഷയത്തിൽ? അല്ല, സ്വാഭാവികമായിട്ടും അതിൻ്റെ സെൻസിറ്റിവിറ്റി ഒന്ന് അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരൊന്നും നമുക്ക് നേരിട്ട് അറിയാവുന്നതോ അല്ലാത്തതായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ്. മലയാളി സമാജം അതുപോലെ തന്നെ അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങൾ ഹാസ് പുട്ട് ഇറ്റ് അക്രോസ് നല്ല രീതിയിൽ.
അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി ഇതിനകത്തുണ്ട്. ട്രെയിനിൽ നിന്ന് തന്നെയാണല്ലോ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ ട്രെയിനിൽ എങ്ങോട്ടേക്ക് പോകാനായിരുന്നു? അവർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് അങ്ങനെ ഏതൊരു ട്രെയിനാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ള കുട്ടികളോട് തന്നെ ചോദിക്കണം. കാരണം ഇതെല്ലാം ബിസി റെയിൽവേ സ്റ്റേഷൻസൊക്കെയാണ്. അതിൽ ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് രീതിയിലുള്ള അന്വേഷണമൊക്കെ ഇനി വന്നതിന് ശേഷമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. കുട്ടികളോട് എൻ്റെ ടീം ഒന്ന് പ്രാഥമികമായി തന്നെങ്കിലും ഒന്ന് സംസാരിച്ചാലാണ് ഐ വിൽ ബി ഏബിൾ ടു ടെൽ. ഇത്രയും ദീർഘദൂരത്തിലേക്ക് പോകുമ്പോൾ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ട്രെയിനിലാണല്ലോ, ടിക്കറ്റാണല്ലോ പോകുന്നത്. അതൊന്നും ഈ TTRന്റെ ഇവിടുന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ എല്ലാം മേ ബി ബൈ ചാൻസ് നീങ്ങി പോകുന്നതായിരിക്കാം. ഇവിടെ വന്ന നടപടിക്രമങ്ങൾ എന്താ സാർ ഈ കുട്ടികളെ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോഴ്സ് കോടതിയിൽ അവർ 57 കേസിൽ അസസ്മെന്റ് അവർ ക്രൈമൊന്നും ഒന്നിലും ഉൾപ്പെട്ടിട്ടില്ല. സോ കുട്ടികളാണ്. അവരെ ഏറ്റവും ആദ്യം തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷം അവരുടെ സ്റ്റേറ്റ്മെൻറ്റും മറ്റും എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഓഫ് കോഴ്സ് ജുവനൈൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നമ്മളൊരു റിപ്പോർട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നൽകും. സോ അതിനുശേഷമുള്ള തുടർ നടപടി. ഒരു റിക്വസ്റ്റ് ഉള്ളത് നൗ ദാറ്റ് ഇറ്റ്സ് ഡൺ, അവരുടെ ഫോട്ടോഗ്രാഫ്സ് വീഡിയോസ് വിത്ത് ദെയർ വിഷ്വൽസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവർക്ക് എക്സാമും എല്ലാം ഉള്ളതാണ്. സിം കാർഡ് വാങ്ങിയിട്ടായിരുന്നു. ഒരെണ്ണം സിം കാർഡ് അവർ സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ദാറ്റ് ഷോസ് പ്രിപ്പറേഷൻസ്. സാറേ, യുവാവ് നിലവിൽ എവിടെയാണുള്ളത്? നമ്മുടെ ഒരു നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെയും സഹകരിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം പ്രധാനപ്പെട്ട എങ്ങനെയാണ് ഈ കുട്ടികളെ ഇയാൾ മറ്റേ വേറെ എന്തെങ്കിലും ക്രൈമിലോ മറ്റേ ഉൾപ്പെട്ട ഒരാളാണോ? അങ്ങനെ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എങ്ങനെയാണ് ഈ പരിചയത്തിൽ വരുന്നത്? കാരണം വേറെ സോഷ്യൽ മീഡിയ എന്നാണ് ഇയാൾ പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഒരുപാട് കളവുകളും ചെറിയ കൊച്ചു നുണകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് വന്ന് വിശദമായിട്ടൊന്ന് അവർ റിലാക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടാണോ ഇവിടുന്ന് എസ്കേപ്പ് ആവണം എന്നൊക്കെ പറയുന്നത്. കമൻറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ ഒരു അഡ്വഞ്ചറിസ്റ്റ് ആയിരിക്കാം ആസ് ഓഫ് നമുക്ക് തോന്നണം. മറ്റെല്ലാ ആംഗിളുകളും നമ്മൾ പരിശോധിക്കും തീർച്ചയായിട്ടും. പക്ഷേ കുട്ടികളെ ഞങ്ങളുടെ കയ്യിലേക്കൊന്ന് എത്താന്നുള്ള ഒരു അപ്പീലുള്ളത് ലൈക്ക് വിഷ്വൽസ്, ഫോട്ടോഗ്രാഫ്സ് അതെല്ലാം ഒന്ന് ടേണിംഗ് പോയിന്റ് ആയത് 9 മണിക്ക് ലഭിച്ച ആ സിഗ്നൽ തന്നെയായിരുന്നു അല്ലേ? ഇന്നലെ രാത്രിയോടെ ലഭിച്ച സിഗ്നൽ. അതെ, ഈ ഫോണ് മറ്റൊരു ഫോൺ ഓൾറെഡി ഉള്ള ഫോണില്ല, വേറൊരു ഫോണും വേറൊരു സിമ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം അത് പാർട്ട്ലി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് അഗൈൻ ഞങ്ങൾക്ക് ലഭിച്ച സമയം ഇവർ നേരെ ചെന്ന് സലൂണിലാണല്ലോ കയറിയത്. അതൊക്കെ എന്തുകൊണ്ടാണ്? ഇപ്പോൾ പിതാവ് തന്നെ പറയാം ഇവിടെ മുടി സ്ട്രെയിറ്റൺ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ എതിർത്തിരുന്നു. അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? നോക്കാൻ മനസ്സിലാവും. തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അറിയില്ല. മൊത്തത്തിലൊരു വിഷയത്തിൽ ഒരു അവയർനെസിന്റെ ഒക്കെ ഒരു ആവശ്യം മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആയില്ല. മറ്റു കുട്ടികളെ ഇത് അനുകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവാൻ കൂടി വേണ്ടത്. അഗെയിൻ അതിലും നമുക്കിപ്പോൾ എന്താ ഇതിനകത്ത് പറയാൻ കഴിയും? അതിലുള്ള ഈവൻ പാരൻസിനെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഇതിൻ്റെ കൗൺസിലിംഗ് ഇൻക്ലൂഡിംഗ് ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം എന്തായാലും ഡിസ്കസ് ചെയ്യും. മലപ്പുറം SP R വിശ്വനാഥാണ് സംസാരിച്ചത്. നമ്മുടെ പോലീസ് സംഘം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർ മുംബൈയിലെത്തി. കാരണം ഇവരിവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർ കുട്ടികൾ മുംബൈയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അവിടെ നിന്നാണ് പൂനെയിലേക്ക് പോയത്. അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ പൂനെയിലേക്ക് കേരള പോലീസിന്റെ സംഘം എത്തും. നാളെ ഇന്ന് ഫ്ലൈറ്റ് അവൈലബിലിറ്റി ഇല്ല. കൊണ്ടുവരും. കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് കുട്ടികളുമായി അവരെ റിലാക്സ് ആക്കിയതിന് ശേഷം വിശദമായി ചോദിച്ച് മാത്രമേ എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ പോയി എന്നുള്ളതൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ മറ്റൊരാളുടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ആളുമായും അയാളെയും വിശദമായി പോലീസ് കാര്യങ്ങൾ ആരായാൻ വേണ്ടി വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്.